ADGP അജിത് കുമാറിനെ സംബന്ധിച്ച് നമ്മൾ ചില വീഡിയോസ് ചെയ്തിരുന്നു. അജിത് കുമാർ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും തെറ്റുകാരനല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ ക്രൂശിക്കപ്പെടരുത് എന്നുള്ള ഒരു നിലപാടാണ് നമ്മൾ ആദ്യം മുതലേ എടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ ചാനൽ വാർത്തകളും പത്രവാർത്തകളും വെച്ച് നോക്കുമ്പോൾ അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് കടുപ്പമാണ്, വളരെ കടുപ്പമാണ്. എത്ര മധുരമിട്ടാലും അത് മധുരിക്കാത്ത രീതിയിൽ കടുപ്പമായി നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന് മധുരമിട്ട് മധുരിപ്പിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കടുപ്പത്തിലേക്കായിട്ടുണ്ട്. ഇനി അങ്ങനെ മധുരം വാരിയിട്ടാൽ മധുരവും കടുപ്പവും കൂടുതലായതുകൊണ്ട് ചായ കുടിക്കാനും കൊള്ളത്തില്ല. അങ്ങനെ രീതിയിലേക്ക് ബാലൻസ് ചെയ്യാൻ കഴിയാത്ത, ഉള്ള കടുപ്പത്തെ ബാലൻസ് ചെയ്യാൻ എത്ര മധുരം ചേർത്തും ബാലൻസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ചായ മോശമായി കഴിഞ്ഞു. SITയുടെ ശക്തമായ തെളിവുകളാണ് കണ്ടെത്തി മുന്നോട്ട് വച്ചിരിക്കുന്നതായിട്ട് അറിയുന്നത്. ഷൗക്കത്ത് അലി എന്ന SP, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഉസ്താദാണ്. അദ്ദേഹമാണ് ചന്ദ്രശേഖരനെ പുലിമടയിൽ പോയി, കണ്ണൂരിലെ പുലിമടയിൽ പോയി, പാർട്ടി മടയിൽ പോയി, പാർട്ടി ഗ്രാമത്തിൽ പോയി TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നതിന് പ്രധാന നേതൃത്വം നൽകിയ കൊടി സുനിയെ അടക്കം പോയി പിടിക്കുന്നതിൽ വലിയ ആർജവം കാണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട, വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസറാണ്. അങ്ങനെയുള്ളവരൊക്കെ അപൂർവമാണ്. ഒരു ധൈര്യവും സത്യസന്ധതയും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അധികാരത്തിനും ഒന്നും കീഴടക്കാൻ കഴിയാതെ ഒരു ജീനാണത്. അപ്പോൾ ആ ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള SITയുടെ ഒരു നിഗമനം അജിത് കുമാർ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന രേഖകൾ. അങ്ങനെയാണെങ്കിൽ ആ രേഖകൾ വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അജിത് കുമാറിൻ്റെ DGP സ്വപ്നം പൊലിയുകയും അജിത് കുമാറിന് സസ്പെൻഷൻ കിട്ടുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള, തൻ്റെ കീഴിലുള്ള ഒരു ADGPക്ക് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മാത്രമേ ശിക്ഷാ നടപടികൾ എടുക്കാവൂ. അല്ലാതെ ഒരു പഴുതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ശിക്ഷാ നടപടി എടുക്കരുത് എന്നുള്ളതാണ് DGPയുടെ ഒരു കാഴ്ചപ്പാടെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഫയൽ മടക്കി വീണ്ടും SITക്ക് കൊടുത്ത് 5 ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ചോദിച്ചത്. ആ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും SIT ഉടനെ തന്നെ കൈമാറും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അജിത്തിൻ്റെ കാര്യത്തിൽ വലിയ പരിങ്ങലുണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയുക ബുദ്ധിമുട്ടാണ്. വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് അജിത് കുമാറിൻ്റെ വിഷയം പോകുന്നത്. തീർച്ചയായിട്ടും ADGP അജിത് കുമാർ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ്റെ ഭരണകാലത്തും ഉമ്മൻചാണ്ടിയുടെ 15 വർഷമായി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും അതുവരെ അതിനു മുമ്പ് വരെ അത്ര വലിയ വിവാദങ്ങളിൽ ചെന്നപ്പെട്ടില്ലെങ്കിലും 15 വർഷമായി സരിത കേസിലും സ്വപ്നയുടെ വിഷയങ്ങളിലും പിന്നെ വന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ അജിത് കുമാറിൻ്റെ പേരുണ്ട് എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് PV അൻവറിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വച്ചത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, വളരെ വലിയ ആക്ഷേപമാണ് മുന്നോട്ട് വച്ചത്. PV അൻവറിനെ പോലെയുള്ള വളരെ സമുന്നതനായ CPM നേതാവായിരുന്ന MLA ഒക്കെ ആയിരുന്ന PV അൻവർ CPM നിന്ന് പോയി കോൺഗ്രസുമായി ചേർന്ന് നിന്ന് മത്സരിക്കുകയൊക്കെ ചെയ്തു. ആ PV അൻവറൊക്കെ പറഞ്ഞത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതുപോലെ തന്നെ അജിത് കുമാർ വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ടും അതും നടത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിലും വലിയ ഗുരുതരമായ, അപ്പോൾ താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭവനം പണിയാൻ തിരുവനന്തപുരത്ത് കവടിയാറിൽ അജിത് കുമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പല കാരണങ്ങളാൽ അത് മുടങ്ങിക്കിടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോഴിതാ സസ്പെൻഷൻ വാർത്ത വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ അജിത് കുമാറിനെ വെളുപ്പിക്കാൻ കഴിയില്ല എന്നുള്ള, അല്ലെങ്കിൽ വെളുപ്പിക്കുന്നതാൽ അത് വലിയ തെറ്റായ സന്ദേശം നൽകും എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ്. മുറുകിയാൽ, സസ്പെൻഷൻ വന്നാൽ തീർച്ചയായിട്ടും അത് DGP റാങ്കിലേക്കുള്ള യാത്രയിൽ വലിയ ഒരു പൊട്ടായി നിൽക്കും, കറുത്ത പൊട്ടായി നിൽക്കും. ഉടനെ DGP റാങ്ക് കിട്ടാതിരിക്കാനും എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷക്കാലം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ DGP റാങ്ക് കിട്ടാതെ വന്നാൽ ADGP ആയിട്ട് തന്നെ റിട്ടയർമെൻറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് മാറും കാര്യങ്ങൾ. മാത്രമല്ല, റിട്ടയർ ചെയ്താൽ മറ്റൊരു പൊസിഷനും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്തു എന്നുള്ള ആക്ഷേപം കൂടി കേട്ടുകൊണ്ട്, ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ അജിത്തിന് മാത്രം അറിയാമെന്നുള്ള സത്യമാണ്.
നമ്മൾ അജിത്തുമായി അങ്ങനെ ബന്ധമുള്ള ആളുകളല്ല. കാരണം എത്രയോ ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളുമായിട്ട് അങ്ങനെ ബന്ധമുള്ള ആളല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആക്ഷേപവും പറയാനില്ല അജിത്തിനെ സംബന്ധിച്ചിടത്തോളം. ഒരു കാര്യം മാത്രം പറയുന്നു, പിണറായി വിജയനോടൊപ്പം നിന്നു എന്നുള്ള കാരണം കൊണ്ടത് കൂടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ഷേപം കൂടി കേട്ടുകൊണ്ട് തീർച്ചയായിട്ടും നടപടികളിലേക്ക് ഇപ്രാവശ്യം സസ്പെൻഷനിലേക്കോ DGP റാങ്ക് കിട്ടാതിരിക്കുകയോ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ കഷ്ടമാണ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതൊരു പാഠമാകണം. ഏതൊരു നേതാവിനോടൊപ്പവും ഏതൊരു മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും അമിതാവേശം വേണ്ട, ഡ്യൂട്ടി മാത്രം ചെയ്തു പോവുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അജിത്തിൻ്റെ പ്രശ്നത്തിൽ നമുക്ക് നേടാൻ കഴിയുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. എന്തായാലും അജിത്തിൻ്റെ വിഷയം ഗൗരവതരമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോക്രാറ്റിക് വിഷയമായി മാറിക്കഴിഞ്ഞു. അജിത്ത് പുറത്തേക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ നിമിഷത്തിലെ വാർത്ത.